നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തോടു കൂടിയിട്ട് അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങൾ അവസാനിക്കും കേട്ടോ. നീണ്ട 1 വർഷക്കാലത്തിന് ശേഷം അങ്ങനെ ആ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവസാന വിശേഷമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവസാന വിശേഷത്തിൽ അമല അപർണയെ അളകാപുരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. കുറേ ആലോചിച്ചതിന് ശേഷമാണ് അമൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അബിയും ജാനകിയും ഒക്കെ പറഞ്ഞായിരുന്നു അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അപ്പോഴേക്കും അബിയും ജാനകിയും പോയി കാരണദീപത്തിൽ പോയി മുത്തശ്ശിയെയും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെ അവരും കൂടെ വന്നിറങ്ങി കഴിയുമ്പോഴത്തേനും അമല എതിടിച്ചു, ഇതെന്താ അബിയേട്ടാ? അബിയേട്ടൻ പോയി ഇവരെ കൂട്ടിക്കൊണ്ട് വന്നോ? എന്നോടൊരു വാക്ക് പറയായിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. എല്ലാവരും എപ്പോഴും ഈ വീട്ടിലുണ്ടായിരിക്കണം. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ആയിരിക്കണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും അവിടെ ജാനകി പറഞ്ഞു, അതെ ഒരാളുടെ കുറവുണ്ട്, നിരഞ്ജന നാളെ ഇങ്ങ് എത്തിക്കുള്ളൂ എന്ന് പറയണം. അതേ സമയത്താണ് പൊന്നൂസ് അകത്തുനിന്ന് ഓടി ഇറങ്ങി വരുന്നത്. കൂടെ രാധാമണി വത്സരം ഉണ്ടായിരുന്നു. പൊന്നൂസ് വന്നിട്ട് മുത്തശ്ശി അച്ഛമ്മേന്നൊക്കെ പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു പൊന്നൂസിന്. എല്ലാവരും അകത്തേക്ക് കയറുക എന്ന് ജാനകി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി. രാധാമണി വത്സരം മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്താണ് അജയ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അജയ് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഉണ്ടല്ലോ. അതെ എല്ലാവരും ഉണ്ട്, പക്ഷെ ഒരാളുടെ കുറവുണ്ട്, നിന്റെ ഭാര്യയുടെ. ജാനകി പറഞ്ഞു, അവൾക്ക് എന്തോ തിരക്കുണ്ട്, നാളെ അവൾ ഇങ്ങോട്ട് എത്തിക്കോളൂ. അവ പറഞ്ഞു, അച്ഛൻ മരിച്ചിട്ട് ഇത്രയും കാലമായി, പക്ഷേങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ഇതിനായിട്ട് ശാന്തി കിട്ടിയില്ല. അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എല്ലാവരും കുടുംബത്തിൽ എപ്പോഴും ഒരേപോലെ കാണണം, അതാണ് അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു കാരണവശാലും അതങ്ങനെ അല്ലാതാവരുത്. അച്ഛൻ്റെ ആത്മാവിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കണ്ടേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, എനിക്കതിനുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എന്തിനാ? അതെനിക്കറിയണം. എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമല്ലേ ചെയ്തേ? ഞാൻ ഓർഫനേജിൽ പോയി കഴിയുമല്ലേ ചെയ്തേ? അപ്പോഴേക്കും അബി പറഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു പരിഹാരം ചെയ്യാനായിട്ടല്ലേ പോകുന്നത് നമ്മൾ. അജയ് പറഞ്ഞു, ഇനിയുള്ള കാലം മുത്തശ്ശിക്ക് ഇവിടെ കഴിയാലോ. മുത്തശ്ശി കൊച്ചുമക്കളെ സ്നേഹിച്ചിവിടെ കഴിഞ്ഞാൽ മതി. അത് കൊള്ളാം. അപ്പം ഇത്രയും കാലം ഞാൻ അനുഭവിച്ചു നോക്കിയോ? അതൊക്കെ വെറുതെ പോകത്തില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അബി പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കേണ്ട. അപർണയൊന്നും മിണ്ടാ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാതിയും വെച്ചു, അല്ല പറഞ്ഞ നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, യോഗ്യതയുള്ളവരൊക്കെ സംസാരിക്കട്ടെ, എനിക്കെന്ത് യോഗ്യതയായിരിക്കുന്നേ. അപ്പോഴേക്കുമാണ് രാധാമണി വത്സർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രാധാമണി വത്സർ ഇറങ്ങി വന്നു പ്രഭാവതി ചോദിച്ചു, അല്ല ഇതെന്താ രാധാമണി വത്സർ പോകുവാണോ? അതെ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങിയേക്കുവാ. എങ്ങോട്ടേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞേ? എവിടേക്ക് ഇറങ്ങുന്നേ? ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ നിന്നാൽ മതി. അത് ശരിയാവത്തില്ല. എൻ്റെ അച്ഛൻ സമ്പാദിച്ച കുറച്ച് മണ്ണുണ്ട് എനിക്ക്, അവിടെ ഒരു ചെറിയ വീടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അല്ലെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമല്ലോ എന്നെ വന്ന് കാണാം, എനിക്ക് എപ്പോഴുള്ള നിങ്ങളെയും വന്ന് കാണാമല്ലോ. ഇത്രയും കാലം ഞാനിവിടെ കഴിഞ്ഞു, പക്ഷെ ഇനി എനിക്ക് സന്തോഷത്തോടെ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോഴേക്കും അമല് വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇതേ വാത്സലമ്മ ഞാൻ ഒരിടത്തേക്കും വിടത്തില്ല, അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇതെന്ത് പോക്കാ പോണേ? എനിക്കറിയാടെ മോനെ നിന്റെ സ്നേഹം എന്താന്ന്. എനിക്ക് നീ എന്നും മകനെ പോലെ ആയിരിക്കും. ഒരു മകൻ്റെ സ്നേഹം നീ എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിന്നോടെന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കും. പിന്നെ നിനക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാം, നീ വരുമെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഇറങ്ങിയേക്കോ അതും പറഞ്ഞുകൊണ്ട് രാധാമണി വത്സരം അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴേക്കും അമല് ചോദിച്ചു, ഇതെന്താ അബിയേട്ടനോട് ജാനിയടുത്തോട് യാത്ര പോലും പറയാതെ പോകുന്നേ? അവർക്കറിയാം അവർ ഇത്തിരി കഴിയുമ്പോൾ ഇറങ്ങുന്നു, കാരണം അവരും അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ് യാത്ര പറയാൻ നിൽക്കുന്നത്. രാധാമണി വത്സരം പോയ പുറകെ തന്നെ വക്കീൽ കയറി വരുന്നത്, സക്കീർ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമല് ചോദിച്ചു, ഇതെന്താ വക്കീലെ? അപ്രതീക്ഷിതമായിട്ടാണല്ലോ എല്ലാവരും കൂടെ ഇവിടെ കൂടിച്ചേർന്ന സമയത്ത് വക്കീൽ വന്ന് എന്താണ് നന്നായി എന്ന് പറയണം. വക്കീൽ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്ന എല്ലാവരും കൂടെ ഇവിടെ ഉള്ള സമയത്താണ് വരേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വന്നേ. അപ്പോഴേക്കും പ്രഭാവതിയും ചോദിച്ചു, അല്ല എന്താ വക്കീലിന് പറയാനുള്ളത്? അത് സൂര്യനാരായണ സാർ ഉണ്ടായിരുന്ന സമയത്ത് ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, ഈ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. മൂന്നാറിലെ പ്രോപ്പർട്ടി ജാനകിയുടെ പേരിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ? അതിനുശേഷം ആ വിൽപത്രം അത് റദ്ദാക്കുക വരെ ചെയ്തു. പക്ഷേങ്കിൽ അന്ന് സാറ് ചെയ്തത് തമ്പിയുടെ മോളാണ് ജാനകി എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. ഒരിക്കലും അവൾക്കൊന്നുമില്ലാതെ പോകരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ എല്ലാവരും കൂടെ അതിന് മേലെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അദ്ദേഹം അത് എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ പ്രഭാവതി അമ്മയുടെ എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. പിന്നീട്
അതിനുശേഷം ഈ വീട് സ്ഥലമൊക്കെ അബിയുടെ പേരിലേക്കും അദ്ദേഹം എഴുതി വെച്ചു. പക്ഷേ ആ അബി തന്നെ ഒടുവിൽ എന്ത് ചെയ്തു, ഈ വീട് സ്ഥലവും പിന്നെ സൂര്യപ്രഭ ഓർഗനൈസേഷനിൽ അബിക്കുള്ള സ്വത്തുക്കളും എല്ലാം വീതം വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അബിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യപ്രഭ ഓർഗനൈസേഷനൊന്നും വേണ്ട. ഈ വീടും സ്ഥലവും അത് അളകാപുരി വീട് അബിയുടെ അമ്മയുടെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് തീറാധാരം ചെയ്തിരിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടി. പ്രഭാവതി വെച്ചു, എന്തൊക്കെയാ വക്കീലെ പറയണേ? ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഇവിടുത്തെ ഒന്നും വേണ്ടെന്നാ പറയണേ. പ്രഭാവതി അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ അബി, നീ ഇതെന്ത് പരിപാടി കാണിച്ചേ? വേണ്ട, ഇത് നിന്റെ പേരിലേക്ക് നീ മാറ്റിയാൽ മതി. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം, മാറ്റുമോ മാറ്റാതിരിക്കോ. പക്ഷെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യതയോടെ ചെയ്തു. ഈ കുടുംബത്തിൽ ഒരു സ്വത്ത് പോലും വേണ്ടെന്ന് അബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോഴേക്കും അജി ചോദിച്ചു, അല്ല അബിയേട്ടൻ ഇത് എന്ത് ചെയ്യും? അബിയേട്ടൻ ഇത് എന്ത് ഭാവിച്ചത്? അബിയേട്ടൻ പിന്നെ എന്താ? അബിയേട്ടൻ പിന്നെ സ്വത്ത് വേണ്ടേ? അബി കിട്ടിയിരിക്കുന്ന അതിനേക്കാളും വലിയ സ്വത്തല്ല കിട്ടിയിരിക്കുന്നത്. ആ ഇരിക്കുന്ന ആളുടെ അനുഗ്രഹം, സൂര്യസാറിൻ്റെ അനുഗ്രഹം, അത് മാത്രം മതി. ഇനി വലിയ വേണമെങ്കിൽ മണിമാളകി കെട്ടാനും അതുപോലെ തന്നെ വലിയൊരു ഗ്രൂപ്പ് ബിസിനസ് തുടങ്ങാനും ഒക്കെ അബിക്ക് അത് ധാരാളം മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും അമല് വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ എന്താണല്ലോ ഏട്ടനെ വിടത്തില്ല. ഏട്ടൻ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ? ആ വക്കീലും കൂടെ കൂടി ചേർന്നല്ലേ ഇതുപോലത്തെ നാടകങ്ങളൊക്കെ. ഇത് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവനുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, എടാ, സ്വത്തുക്കളുടെ പേരിൽ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അറിയാലോ. ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ മൂന്നാറിലെ എസ്റ്റേറ്റിൻ്റെ പേരിലാണ് അച്ഛനോട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനുശേഷം അറിയാലോ നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന്. സ്വത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കിവിടുത്തെ ഒരു ചില്ലിക്കാശ് പോലും വേണ്ട. ഞാൻ ഇവിടുത്തെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആ സമയം പ്രഭാവതി അമ്മ പറഞ്ഞു, മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത്. അതേമേ, അമ്മയാണ് ഇവിടുത്തെ അടുത്ത സ്ഥാനം. അമ്മ വേണം കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട്. എൻ്റെ പേരില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. അല്ലെങ്കിലും ഞാൻ എപ്പോഴാണെങ്കിലും ഇവിടുന്ന് ഇറങ്ങേണ്ടവനല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങിയാക്കാന്ന് വെച്ചു. പ്രഭാതം പറഞ്ഞു, നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത്? ഇറങ്ങാനോ? നീ ഒരിടത്തേക്കും ഇറങ്ങുന്നില്ല. അപ്പോഴേക്കും പൊന്നൂസ് ഒരു ബാഗൊക്കെയായിട്ട് ഇറങ്ങി അങ്ങോട്ട് വന്നു. പൊന്നൂസിന് സ്കൂൾ ബാഗ് ഇട്ട് തോളത്തിട്ടങ്ങ് ഇറങ്ങി വരുവാണ്. പൊന്നൂസ് ഒന്ന് ജാനകിയുടെ കയ്യിലേക്ക് പിടിച്ചു. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങുക. അമ്മല് പറഞ്ഞു, എങ്ങോട്ട് ഇറങ്ങാനായിട്ട്? ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അബി പറഞ്ഞു, സാരമില്ലടാ, ഞങ്ങൾ പോയിക്കോളാം. ഇനി ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കാരണം ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞങ്ങളാണല്ലോ ഇവിടുത്തെ കാരണം. അതുപോലെ തന്നെ ഞാനും ജാനകി. അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് അബിയുടെ കൈ പിടിച്ചിട്ടുണ്ട്. എടാ മോനെ, നീ ഇവിടുന്ന് പോവരുത്. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കും. നീ ഇവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. അത് വേണ്ട മുത്തശ്ശി, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളാം. ഈ സ്നേഹമൊന്നും മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോഴേക്കും സുമംഗലാമ്മ നേരെ ജാനകിയുടെ അടുത്ത് നിന്ന് കൈ പിടിച്ചു. മോളെ, നീ ഇറങ്ങരുത്. അറിയാലോ ഇവനിങ്ങനെയൊക്കെ പറയും. എനിക്കറിയാം നിൻ്റെ മനസ്സെന്താന്ന്. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങുക. മുത്തശ്ശി ഇവിടെ ഉണ്ടാവണം. മുത്തശ്ശി ഇവിടെ പഴയതുപോലെ നല്ല പ്രൗഢിയോടെ ഇവിടെ കഴിയണം. ഞങ്ങൾ പുറത്തുണ്ടാവും. ഞങ്ങളെ കാണണമെന്ന് എപ്പോൾ തോന്നിയാലും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരാം. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളാം. ഞങ്ങൾ പിണങ്ങി ഇറങ്ങി പോകുന്നൊന്നുമല്ല. നമുക്ക് അർഹതപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ കൈ വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങളത് തിരിച്ചെഴുതി കൊടുത്തിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ സ്വത്തും പണമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം മാത്രം മതി ഞങ്ങൾക്ക്. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങണം. ജാനകിയുടെ കൈയും പിടിച്ച് പൊന്നൂസിനെ അബിയെടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അമ്മ ഓടി വന്നിട്ടുണ്ട്. ഇല്ല, ഏട്ടനെ ഞാൻ വിടത്തില്ല. എന്ത് ചെയ്താലും ഏട്ടനെ വിടത്തില്ല. ഏട്ടൻ പോകാമെന്ന് വിചാരിക്കുകയും വേണ്ട. വേണ്ട അമ്മലേ, ഇനി ഞങ്ങളോട് നീ ഇറങ്ങണ്ട. ഞങ്ങൾ വനവാസത്തിനായിട്ട് ഇറങ്ങുക. ആ സമയത്ത് രാമൻ്റെ കൂടെ ലക്ഷ്മണൻ ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ നീ എൻ്റെ കൂടെ വരണ്ട. അതിൻ്റെ കാര്യമൊന്നുമില്ല. നീ തിരികെ കയറിപ്പോയിക്കോ. നല്ലൊരു ജീവിതമുണ്ട്, നന്നായിട്ട് ജീവിക്കണം. പിന്നെ ഞങ്ങളിവിടെയൊക്കെ തന്നെ കാണുമല്ലോ, നമുക്ക് എപ്പോഴും കാണാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരും സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടിയെന്ന് കരയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പുതിയ പുതിയ വിശേഷങ്ങൾ കേട്ടോ. പുതിയ വിശേഷമൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.